പറവൂരിലെ മദ്യവിൽപ്പനശാല മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മദ്യവിൽപ്പനശാലയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ജനകീയാവകാശ സംരക്ഷണ സമിതിയുടെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ച് പല്ലംതുരുത്ത് എന്ന പേരിൽ 101 കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. പറവൂർ നഗരസഭ 6-ാം വാർഡിൽ പല്ലംതുരുത്ത് റോഡിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ബിവറേജസ് കോർപ്പറേഷൻ മദ്യവിൽപ്പനശാല മാറ്റിസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനകീയാവകാശ സംരക്ഷണ സമിതി പല്ലംതുരുത്ത് എന്ന പേരിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്. ഏതാണ്ട് 5 വർഷത്തോളമായി ഈ റോഡിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം അനുദിനം പൊതുജനങ്ങൾക്ക് നിരവധി തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെന്നാണ് ആരോപണം. മുനിസിപ്പൽ ഏരിയ കൂടാതെ ചിറ്റാറ്റുകര പഞ്ചായത്തിന്റെ വിവിധ സ്ഥലങ്ങളിലെ ജനങ്ങളും സഞ്ചാരത്തിനായി ആശ്രയിക്കുന്ന പ്രധാന പാതയിലാണ് ഈ മദ്യശാല സ്ഥിതി ചെയ്യുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് മുനിസിപ്പാലിറ്റി കണ്ടെത്തിയിട്ടുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നാണ് ജനകീയാവകാശ സംരക്ഷണ സമിതിയുടെ തീരുമാനം. തീർച്ചയായിട്ടും ഇത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കാൻ, അത് നഗരസഭയ്ക്ക് തന്നെ ബിൽഡിങ്ങുകൾ പലതും ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇതിന് സൗകര്യമുള്ളത്, പാർക്കിംഗ് ഏരിയ ഉള്ളത് അങ്ങോട്ട് മാറ്റിക്കോട്ടെ. സർക്കാർ നടത്തുന്ന സ്ഥാപനം പ്രാദേശിക സർക്കാരിന്റെ കെട്ടിടത്തിലേക്കാക്കി മാറ്റിക്കോട്ടെ. അതല്ലെങ്കിൽ ഇപ്പൊ പണിയേക്കാളൊക്കെ അവിടെ വെയർ ഹൗസിന്റെ അവസ്ഥയാണ്. ബുദ്ധിമുട്ടില്ല, ഞങ്ങൾ ബുദ്ധിമുട്ടില്ലാത്തത് അതിലെ ഒരു നടപടി സഞ്ചരിക്കാൻ ഭരണഘടനാപരമായ അവകാശം നിഷേധിച്ചുകൊണ്ട് ഒരു സ്ഥാപനവും നമ്മുടെ രാജ്യത്ത് നടത്താൻ പറ്റത്തില്ല. ഇതിനായാണ് വാർഡ് കൗൺസിലർ രഞ്ജിത് മോഹൻ കൺവീനറും VC പത്രോസ് ചെയർമാനും TB നസീർ ജോയിന്റ് കൺവീനറും TN ജോഷി വൈസ് ചെയർമാനുമായി 101 കമ്മിറ്റിയെ രൂപീകരിച്ചത്. ഇതിൽ 5 റെസിഡൻസ് അസോസിയേഷനുകളുടെ ഭാരവാഹികൾ ഉൾപ്പെടുന്ന 30 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. മദ്യവിൽപ്പനശാലയുമായി ബന്ധപ്പെട്ട ഗുരുതര വിഷയങ്ങൾ ഇതിനോടകം അധികൃതരെ അറിയിച്ചിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന ആരോപണവും ശക്തമാണ്. അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷമായ ജനകീയ സമരങ്ങളിലേക്കും കൂടാതെ മറ്റ് നിയമ നടപടികളിലേക്കും നീങ്ങുവാനാണ് കമ്മിറ്റി ഏകകണ്ഠമായി തീരുമാനമെടുത്തിരിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. NM ശങ്കരൻകുട്ടി, റീജ രഘു, TB നസീർ, രഞ്ജിത് മോഹൻ, VC പത്രോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ ബിൽഡിങ്ങിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പോകുന്നതാണ്. അവിടെ പ്രീമിയം മാത്രമല്ല എല്ലാ സാധനങ്ങളും. രണ്ടാമത്തെ കാര്യം, ഈ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ ഉള്ളതിൽ പൊളിക്കാനായിട്ട് നഗരസഭ ഓൾറെഡി നോട്ടീസ് കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.